ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മാർച്ച് 3 ആണ്. മാർച്ച് 3 എന്താ പ്രത്യേകിച്ച് അത് ഞാൻ പറയില്ല. അത് എൻ്റെ അംജുക്കാടെ ലൈഫിൽ ഒരു സീക്രട്ട് ഒരു കാര്യമാണ്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും പറയില്ല, ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഒരു എന്താ പറയുക, ഒരു ഡേറ്റാണ്, ഒരു റൊമാൻറ്റിക് ഡേറ്റ് എന്നൊക്കെ പറയില്ലേ, കറങ്ങാൻ പോവാ, കുറച്ച് സാധനങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോവാൻ പോവാ. അംജുക്കാ വാ. കൊള്ളാലോ, തൊപ്പി കൊള്ളാലോ, എനിക്ക് തൊപ്പിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പോവാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും സമയം എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ജോലിയും അതേപോലെ ക്ലാസ്സും ഇപ്പോൾ നടക്കുന്നതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു ടൈം മാനേജ്മെൻറ്റ് ഒരു ചെറിയ പ്രശ്നം പറ്റി. ഇപ്പോൾ നോക്കി പൂക്കളൊക്കെ ഇട്ടേക്കുന്ന മരത്തിൽ ഒരു മാർച്ച് സ്റ്റാർട്ടിങ് തൊട്ടേ ഇവിടെ മിക്ക മരങ്ങളിലും പൂക്കളിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മരങ്ങളിലും ആയിട്ടില്ല. അതൊരു ഏപ്രിൽ മെയ് ഒക്കെ ആവും തോന്നുന്നുണ്ട് ഫുൾ മരം പൂക്കളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള. കാരണം ഞങ്ങൾ 3 പേരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അംജുക്കാടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അവൻ നമ്മുടെ വീട്ടിൽ തലേ ദിവസം എത്തിയതാണ്. ഒരു 2 ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അവനിക്ക് ലീവ് കിട്ടിയപ്പോൾ വന്നതാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞു. എനിക്ക് ഈ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇറങ്ങില്ല ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ജസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് മതി. അംജുക്കാക്കും അവനക്കും മേടിച്ചോന്ന് പറഞ്ഞിട്ട് അവർ മേടിച്ച്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ബ്രൈറ്റണിലേക്കാട്ടോ പോകുന്നത്. ബ്രൈറ്റൺ ഇതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ടൈം UK എത്തിയ ഉടനെ ഞാൻ ബ്രൈറ്റണിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ പോയിട്ടില്ല. അങ്ങനെ അതെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും ഒരു മഴ ഉണ്ട്. ഞാൻ വിചാരിച്ചത് മാർച്ചൊക്കെ തുടങ്ങുമ്പോഴേക്കും ഈ മഴയൊക്കെ ഒന്ന് നിന്ന് ചൂടൊക്കെ ആവും. നമ്മുടെ നാട്ടിലത്തെ പോലെ ചൂട് മാർച്ചിൽ തുടങ്ങും. പക്ഷെ അല്ലാത്ത ഇവിടെ ജൂൺ ജൂലൈ അന്ന് ഇവിടെ ചൂടാവുന്ന സമയം. എപ്പോഴും ഇവിടെ ഒരു കുഞ്ഞി ചാറ്റൽ മഴ ഉണ്ട്, ഒരു ഇങ്ങനെ പൊടിമഴ എപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാലുണ്ട്. ഞാൻ ഈ UK കാല് എത്തിയ സമയം തൊട്ടിട്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബ്രൈറ്റൺ എത്തി. ഞാനൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് വേണമെന്ന് വേണ്ടി കയറി. ഇപ്പം എന്തോ എനിക്ക് കൈവശം കിട്ടിയത് 2 സാധനങ്ങൾ, ലാം ഷീഷും കബാബും. നിങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെ വ്ളോഗിൽ എപ്പോൾ ഞങ്ങൾ പുറത്തു പോയാലും ഞാൻ കഴിക്കണ ഒരു സാധനം എന്ന് പറയുന്നത് ഇതായിരുന്നു. പക്ഷെ അംജുക്ക് മേടിച്ച ഷവർമ്മയായിരുന്നു പൊളി ടേസ്റ്റ് എന്ന് പറയണത്. നിങ്ങളെൻ്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ സ്റ്റാർട്ടിങ് വ്ളോഗിൽ നമ്മൾ സാധാ എൻ്റെ ശബ്ദം, ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഈ ടൈമിൽ എൻ്റെ ത്രോട്ട് അടിച്ച് പോയി. ത്രോട്ട് ഇൻഫെക്ഷനും ഭയങ്കര പ്രശ്നമായിട്ടിരിക്കും. എനിക്ക് നല്ല പനി, ത്രോട്ട് ഇൻഫെക്ഷൻ എല്ലാം ആയിരിക്കും. അതാ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത്, ഞാൻ പറഞ്ഞു എൻ്റെ അംജുക്കാട് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. യെസ്. അപ്പോൾ അംജുക്കാടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് മേടിക്കാൻ എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ള സെലക്ട് ചെയ്തു. മാലയോ കമ്മലോ അതിൽ ഏതാ ഇഷ്ടപ്പെട്ട് അത് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഗസ്സിൻ്റെ ഈ ഒരു മാലയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അതെ, ഈ ഒരു ഗസ്സിൻ്റെ മാല വാങ്ങി. മാല വേണോ ആ കമ്മൽ വേണോ എന്നായിരുന്നു, പക്ഷെ മാല ഞാൻ വാങ്ങി. അതാണെങ്കിൽ നമുക്ക് ഡ്രസ്സിലൊക്കെ മാച്ച് ചെയ്ത് ഒപ്പിക്കാമല്ലോ. പിന്നെ പാൻഡോരയിൽ ജസ്റ്റ് ഒന്ന് കയറി. അതെന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ പാൻഡോരയിൽ കയറിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പാൻഡോരയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണം എന്നുള്ളത്. നമ്മൾ പറയില്ലേ ഈ ഐഫോണൊക്കെ കൊണ്ട് നടക്കുമ്പോഴുള്ളൊരു ആ ഒരു ഇതാണ് ഈ എന്താ പറയുക, ഈ പാൻഡോര ബ്രേസ്ലെറ്റ്സിൽ ഇങ്ങനെ ചാംസ് ഇങ്ങനെ കളക്ഷൻ ഉണ്ടായിരിക്കും. പലരും ഇങ്ങനെ പല ചാംസ് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടും. അത് കാണുമ്പോൾ എല്ലാവരും പാൻഡോര ചാംസ് ഈ ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല, അത് വേറെ കാര്യം. കാരണം നമ്മൾ ഓൾറെഡി മറ്റേത് വാങ്ങിയ കാരണം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ വേണ്ട, കയ്യിൽ നിന്ന് പൈസ പൊട്ടിക്കണ്ട, നമുക്ക് നമ്മളുടെ മാസത്തിൽ ഇങ്ങനെ ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, അതും താണ്ടി നമ്മൾ പോവും ഇത് മേടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ജസ്റ്റ് നോക്കിയെന്ന് മാത്രം. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഇനി വരുവാണെങ്കിൽ അംജുക്ക് എനിക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഈ കുട്ടികളൊക്കെ സന്തോഷിപ്പിക്കുന്ന പോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളവിടുന്ന് വാങ്ങില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ്. കാരണം നമ്മൾ പോവാൻ വെച്ച സ്ഥലം 4 മണി വരെ ഉള്ളൂ. അവിടെ 4 മണി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം കളയണ്ട, നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചാൽ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര മനസ്സിലാവത്തില്ല. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ബ്രൈറ്റണിലാട്ടോ. ഈ ബ്രൈറ്റണിൽ ആ അറ്റത്ത് കാണുന്നത് സീ ആണ്, കടലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്. ഞാൻ ജാക്കറ്റ് ഇടാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ തണുത്ത് വിറക്കുമായിരുന്നു. ഞാൻ എന്താ പറയുക, ഓർത്തില്ല അയ്യോ ബ്രൈറ്റൺ ആയാലും അവിടെ കടലായാലും നല്ല കാറ്റായിരിക്കുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒടുക്കത്ത കാറ്റും തണുപ്പുമായിരുന്നു.
അങ്ങനെ നമ്മൾ എത്തി. ബീച്ചിൽ കുറേ നേരം ഞങ്ങൾ കളിച്ചു കേട്ടോ. ബീച്ചിൽ ബ്രൈറ്റൺ i360 ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടേക്കാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഫുൾ വ്യൂ കിട്ടും. ഞങ്ങൾ വീഡിയോ ഫോട്ടോ കണ്ടിട്ടുള്ള അറിവേ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൂ. അവിടെ പോയി ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താ കോരി തരിക്കുന്ന തണുപ്പ്. ഇവിടെ മഴയുണ്ട്, തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ കുറേ നേരം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീച്ചിൽ കടലിൽ കുറേ നേരം കളിച്ച് എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, വരാൻ ഇഷ്ടമുള്ള സ്ഥലം അത് കടലാണ്. ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് വിഷമം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. പക്ഷേ എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ടം സങ്കടം വരുമ്പോൾ കടലിങ്ങനെ വെറുതെ വന്നിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മൂടൊരു പകുതി ശരിയാവും. ഇനിയാണ് നമ്മൾ പോവാൻ വെച്ച സ്ഥലത്ത്, ഇവിടേക്ക് വരാനാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ബ്രൈറ്റൺ i360 എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സാധനമില്ല, ഇതിങ്ങനെ ടോപ്പിൽ പോവാണ്. നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ ഫുൾ നമുക്ക് ചുറ്റി കാണാം. 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ സാധനം കയറി ഏറ്റവും ടോപ്പിലെത്തും. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ദേ ഉള്ളിൽ കയറുവാണ്. ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷ വെച്ചിട്ടാട്ടോ ഉള്ളിൽ കയറുന്ന സംഭവമൊക്കെ. ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ആ എക്സ്പെക്റ്റേഷൻ്റെ അത്രമാത്രം ഉണ്ടായിരുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞു. മോളിലേക്കെത്തും അല്ല ലൈറ്റ് അങ്ങ് ടോപ്പിലെത്തും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക അല്ലേ? 360 വ്യൂ ഇതാണ് കാണാൻ പോകുന്നത്. മോളിലോട്ട് പോകും തോറും അതിൻ്റെ ഭംഗി കൂടി വന്നിരുന്നു. കാരണം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് ബിൽഡിങ്സും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവില്ല. ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ സൺസെറ്റിൻ്റെ ടൈമാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കൂടിയേനെ. പക്ഷെ ഇത് 4 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സംഭവം 4 മണി വരെ ഉള്ളൂ. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഇവിടെ സ്നാക്സ്, ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനും വേണമെങ്കിൽ ആക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മളുടെ പുറത്തുനിന്ന് കഴിക്കണതിൻ്റെ ഒരു ട്രിപ്പിൾ പൈസയാണ് ഇവിടുന്ന് നമ്മൾ കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മേടിച്ച് കുടിക്കുകയും കാര്യങ്ങളും ചെയ്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈഡ് ബിൽഡിങ്, ഒരു സൈഡ് കടൽ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് മുകളിലൊക്കെ പോയി വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ അടിയിലെത്തിയിട്ടോ. ഇവിടെ കുറേ കുട്ടികൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അമ്മുക്ക് അവിടേക്കൊക്കെ കുട്ടികൾക്ക് ടാറ്റ കൊടുക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടും ടാറ്റ എന്നൊക്കെ ഇതൊക്കെയായിരുന്നു അമ്മുക്കാടെ വിനോദം എന്ന് പറയുന്നത്. കടൽ പ്രദേശത്ത് കുറേ നേരം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ബോഡി ടയേർഡാവും. എന്താണെന്നറിയില്ല, കാറ്റടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ബോഡി വീക്കാവും. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എനിക്ക് പറ്റുന്നില്ല, ഞാൻ ജാക്കറ്റ് ഇടാത്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് തണുപ്പ്, കാറ്റ്, എൻ്റെ ചെവിയൊക്കെ വേനെടുത്ത് തുടങ്ങി. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് പോണ വഴിക്ക് മമ്മീനെ വിളിച്ച് പപ്പാനെ വിളിച്ച് മമ്മീനോടും പപ്പാനോടും വിശേഷമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ വിചാരിക്കും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കണേ. ഞാനല്ല വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അമ്മുക്കാട് ഫ്രണ്ട് ഉണ്ടെന്ന്. അപ്പം ഞാൻ അവനെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നല്ല ഭാഗങ്ങളൊക്കെ കണ്ടാൽ നീ ഒന്ന് വീഡിയോ എടുത്തേക്കണേ എന്ന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ തന്നെ അറിയാണ്ട് കുറേ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മള് വീടെത്തി ഒന്ന് ഫ്രഷ് ആയി ഇനി എന്താ നമുക്ക് അടുത്ത പണിയാ? അമ്മുക്കാട് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മെൽബിൻ. കാണിക്കൂല മെൽബിനെ കാണിക്കാൻ പറ്റൂല. അതാണ് ഇന്നത്തെ ദിവസം വീഡിയോയിലും ഞങ്ങൾ കാണിക്കാഞ്ഞത്. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. 4 മാസം കഴിയുമ്പോ 4 മാസം കഴിയുമ്പോ മെൽബിനെ ഞങ്ങൾ കാണിക്കും, റീസൺ കാണിക്കും. അപ്പൊ
ഇനി നമ്മൾ വിചാരിച്ച് ആദ്യം രാത്രി ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതാ എനിക്ക് ഇഷ്ടം. അംജുക്കാക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം. പിന്നെ നിനക്കും ഇഷ്ടം. അവൻ അവിടുന്ന് വരുമ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നീ മന്തിയാ പറഞ്ഞത്. മന്തി ഉണ്ടാക്കപ്പോ എന്തായാലും തൽക്കാലം സമയമില്ല. ഞാൻ മറ്റേ ക്രീമി ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കി ഞാൻ. ഇനി നമുക്ക് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുഡ് റെഡി ആവും. ഓക്കെ, ഫുഡ് ഉണ്ടാക്കാം. നെയ്യിട്ട് നമ്മുടെ നെയ്ച്ചോറിന് മെയിൻ സാധനം അതാണല്ലോ നെയ്ച്ചോറ്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജീരകം ഇതൊക്കെ ഇട്ട് നമ്മുടെ ജീരകശാല ഒന്ന് അരി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എന്ന് പൊട്ടുന്ന വരെ ഒന്ന് വറുത്തെടുത്ത് അതിലോട്ട് എന്താ പറയുക നമ്മുടെ വെള്ളം. ഞാൻ പിന്നെ മാഗി ചിക്കൻ ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടമാണ് ആ ഫ്ലേവർ എന്ന് പറയുന്നത്. പിന്നെ ദേ അംജുക്ക് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെനിക്ക് സ്ഥിരമുള്ളതാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു തരും, പുതിയ. എന്നിട്ടും ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. അന്ന് അംജുക്ക പഠിച്ചു, അംജുക്കയും പഠിച്ചില്ല. ഞാൻ പറയുമായിരുന്നേ അംജുക്ക വേണ്ട, കിച്ചണിൽ നമുക്ക് അത്ര അഭ്യാസം വേണ്ട, കാരണം അപ്പുറത്ത് തീയാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്കൊരു പേടി, തിരിഞ്ഞ് കറങ്ങിയവല്ല ഇത് അതിൻ്റെ ഉള്ളിൽ വീഴുമെന്ന്. പിന്നെ ഇത് എന്താണ് എള്ളുണ്ട. ഇത് നമ്മളിവിടെ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടനുണ്ട്. നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ സ്റ്റോർ എല്ലാം നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങൾ കിട്ടും. അപ്പം എനിക്ക് എള്ളുണ്ട കഴിക്കാൻ കൊതിയായപ്പോൾ എള്ളുണ്ട ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നെയ്ച്ചോറ് അപ്പോഴേക്കും റെഡിയായി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി. ഇത് ബട്ടർ ചിക്കൻ ആണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കാന്താരി മാങ്ങ ചട്നിയാണ് ഇതെന്ന് പറയുന്നത്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. സാലഡ്. ഇത്രയും കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുക്കിംഗ് എല്ലാം എൻ്റെ കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാൽ മതി. അവന്റെ കഴിച്ചു തുടങ്ങി ആക്രാന്ത്. അപ്പൊ നമുക്ക് പോയി ഫുഡ് കഴിക്കട്ടെ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞി വ്ളോഗ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.